സ്റ്റോൺ റിപ്പോർട്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിന് സമീപം ഡ്രോൺ പറത്തിയതിൽ കേസെടുത്തു. ജയിലിന് സമീപത്താണോ ഡ്രോൺ പറത്തി കളിക്കുന്നത്? വനിതാ ജയിൽ പരിസരത്തേക്കാണ് ഡ്രോൺ എത്തിയത്. അത് ശരി. ജോയിന്റ് സൂപ്രണ്ടിന്റെ പരാതിയിൽ ടൗൺ പോലീസാണ് കേസെടുത്തത്. സെൻട്രൽ ജയിലിലെ പശുത്തൊഴുത്തിന്റെ ഭാഗത്തുകൂടി ഡ്രോൺ പോകുന്നത് കണ്ടതായിട്ടാണ് ജോയിന്റ് സൂപ്രണ്ട് പരാതി നൽകിയത്. അഭിജിത്ത് മുഴക്കുന്ന് നല്ല പശുക്കളെയൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും അയച്ച ഡ്രോൺ ആയിരിക്കും അല്ലേ അഭിജിത്ത്? എന്താണ് സംഭവം? എന്തായാലും അത് കൗതുകമുള്ള വാർത്തയാണ്. പ്രത്യേകിച്ച് വനിതാ ജയിലിന് മുകളിലൂടെയൊക്കെ ഡ്രോൺ പറത്തി കളിച്ച് ഈ ആശാൻ ആരാ? അരുൺ, എന്തൊക്കെയാണ് ഈ കൊച്ചു കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത്ഭുതപ്പെടാനില്ല. കാരണം കഴിഞ്ഞ ദിവസം ആശിഷ് ഓയിൽ പിടിക്കുന്നു, അതിനു മുൻപ് ഫോൺ പിടിക്കുന്നു, കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിൽ നിന്ന് ബീഡിയും സിഗരറ്റും ഒക്കെ കണ്ടെത്തുന്നു. അതിനിടയിലാണ് ജയിലിന് സമീപത്തോടു കൂടി ഡ്രോൺ പറത്തി എന്നുള്ള കാര്യം കൂടി വരുന്നത്. ജോയിന്റ് സൂപ്രണ്ടാണ് ഒരു പരാതി നൽകിയിട്ടുള്ളത് അരുൺകുമാർ. അതിൽ പറയുന്നത് വനിതാ ജയിൽ പരിസരത്തേക്ക് ഒരു ഡ്രോൺ പോലെയുള്ള ഒരു ഇലക്ട്രിക് വസ്തു നീങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ പശുത്തൊഴുത്തിന്റെ ഭാഗത്ത് നിന്നാണ് നീങ്ങിയത്. അത് ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പരാതി. അങ്ങനെയാണ് ഇപ്പോൾ ടൗൺ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ആരാണ് ഡ്രോൺ പറത്തിയത്, എന്തായിരുന്നു ഈ ഡ്രോൺ പറത്തലിന് പിന്നിലെ ഉദ്ദേശം എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും അങ്ങനെ ഒരു ഡ്രോൺ പറത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ജോയിന്റ് സൂപ്രണ്ട് പരാതി നൽകുന്നു. അങ്ങനെ ടൗൺ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ലഹരി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ എത്തിച്ചു നൽകാനാണോ ഈ ഡ്രോൺ പറത്തിയത് എന്നൊരു സംശയം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം പോയിട്ടുണ്ട്. ഇപ്പോൾ ഹൈടെക് ആയി എന്നാണ് അറിയാൻ കഴിയുന്നത്. പണ്ടൊക്കെ ഇങ്ങനെ ഈ മതിലിന്റെ പുറത്ത് നിന്നിട്ട് അങ്ങോട്ടേക്ക് സാധനം ഇട്ട് കൊടുക്കുന്ന പരിപാടിയായിരുന്നു. അതൊക്കെ മാറി. ഇപ്പോൾ ഹൈടെക് ആയപ്പോൾ പിന്നെ ഡ്രോൺ ഉണ്ടല്ലോ. കഞ്ചാവ്, ബീഡി, സിഗരറ്റ് ഇത്യാദി ജയിലിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഡ്രോൺ വഴി എത്തിച്ചു കൊടുക്കും എന്ന് പറഞ്ഞൊരു പരസ്യം കൂടി വെച്ചാൽ മതി. ഇതിപ്പോൾ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന അവസ്ഥയിലേക്കായിട്ട് മാറിയിട്ടുണ്ട്. അതല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഡ്രോൺ പറത്തുന്നത്? ആ സമയത്ത് ആരെ നിരീക്ഷിക്കാനാണ്? ആരുടെ ഡ്രോണാണ്? ഇതൊന്നും കണ്ടെത്താൻ പറ്റൂലേ? CCTV ഒന്നും ഇല്ലേ ഇപ്പോൾ ഇവിടെ?